പുതുമഴ, പവിഴമഴ, വർണ്ണമഴ, പ്രണയമഴ. കവികൾ മഴയ്ക്ക് ഒരുപാട് തരത്തിലുള്ള വിശേഷണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും കൊച്ചിയിലെ മഴയ്ക്ക് അത്ര സൗന്ദര്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പേര് പോലെ തന്നെ ഒറ്റ മഴ കൊണ്ട് എറണാകുളമാകുന്ന ഈ കൊച്ചിയിലെ പെയ്യുന്ന മഴയ്ക്ക് ദുരിതമഴ എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക? ഇന്നത്തെ കാര്യത്തിൽ കൊച്ചിയിലെ ദുരിതമഴയും വെള്ളക്കെട്ടുമാണ്. ആദ്യത്തെ മഴയിൽ ഒറ്റ ദിവസം പെയ്ത ഒറ്റ മഴയിൽ തന്നെ കൊച്ചിയിലെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പനമ്പള്ളി നഗറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ, പ്രധാനപ്പെട്ട ഇടറോഡുകളെല്ലാം തന്നെ വെള്ളം കൊണ്ട് മൂടിയപ്പോൾ രവിപുരത്തുണ്ടായത് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ഈ വെള്ളത്തിനൊപ്പം മാലിന്യങ്ങൾ കൂടി വന്നതോടുകൂടി ദുരിതം ഇരട്ടിയാവുകയും ചെയ്തു. MG റോഡും സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളും KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരവുമെല്ലാം തന്നെ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വെള്ളത്തിനടിയിലാകുന്ന കാഴ്ച കണ്ടു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ മഴ പെയ്യുകയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത്. ഹൈക്കോടതി ഇടപെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സാഹചര്യം കണ്ടുകൊണ്ടായിരുന്നു. വളരെ വേഗം ഇടപെട്ടില്ല എങ്കിൽ തിരുവനന്തപുരത്തിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ കൊച്ചിയിലും ആവർത്തിക്കപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നിർദ്ദേശിക്കാൻ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. കോടതി നിയോഗിച്ചിട്ടുള്ള ഒരു സമിതിയുമുണ്ട്. ആ സമിതിയും കളക്ടറും സംയുക്തമായി പരിശോധന നടത്തി അതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. മുല്ലശ്ശേരി കനാലിലടക്കം നിരവധിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പൈപ്പിടൽ പോലുള്ള പരിപാടികളാണ്. പക്ഷേ അതൊന്നും കൃത്യമായ രീതിയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നഗരവാസികളെയും പ്രദേശവാസികളെയും വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തിയത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡ്രെയിനേജ് കനാൽ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. 2023 മുതൽ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിക്കാണ് ഈ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയത്. ഇത്രയും വേഗം അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തെയും KSRTC ബസ് സ്റ്റാൻഡ്, MG റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് അനുമതി നൽകാൻ ഇത്രയും നാൾ വൈകിയതെന്തേ എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പദ്ധതി ഇനി എപ്പോൾ നടപ്പിലാക്കുമെന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടോ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടോ അല്ല. ഈ വിഷയങ്ങൾ ജനകീയ വിഷയങ്ങളാണെന്നും രാഷ്ട്രീയത്തിനപ്പുറം ഇതിന് പരിഹാരം കാണേണ്ടതാണെന്നും ഉള്ള ഒരു ബോധം ഇവിടെയുള്ള അധികാരികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കിയാൽ കൊച്ചിയിലെ മഴയും പുതുമഴയും വർണ്ണമഴയും പ്രണയമഴയും ഒക്കെയാകും. കൊച്ചിയിലെ മഴയും സൗന്ദര്യത്തോടു കൂടി പെയ്യട്ടെ.